റിയാസേ, നിന്റെ അനിയൻ മരിച്ചതിൽ എനിക്കുണ്ടാ വിഷമം. നീ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? എനിക്ക് വിഷമമൊന്നും ഇല്ലാന്നാ. വീട്ടിലേക്ക് ചെല്ലാൻ വയ്യ, അമ്മയുടെയും പെങ്ങന്മാരും കരച്ചിലുണ്ട്. എടാ, അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ അനിയന്റെ പോക്ക് ശരിയല്ലാന്ന്. നീ അത് കേട്ടോ? മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടാണ് അവ മരിക്കാൻ കാരണം ഉണ്ടായത്. എടാ, ആ രംഗനും ഗാങ്ങുമാണ് ഈ മയക്കുമരുന്ന് ഈ നാട്ടിൽ സപ്ലൈ ചെയ്യണത്. അതറിയോ നിനക്ക്? ഷാജി, നമ്മൾ വിചാരിച്ചാൽ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ, അതൊക്കെ നിന്റെ തോന്നലാ. നമ്മൾ വിചാരിച്ചാലും പലതും പറ്റും. നീ എൻ്റെ കൂടെ നിൽക്കാവോ? ആ രംഗനെയും ആ ബേബിയെയും അവന്റെ ഫുൾ ഗാങ്ങിനെയും നമുക്ക് നശിപ്പിക്കാം. എന്റെ അനിയനെ ഇല്ലാതാക്കി അവരെ നശിപ്പിക്കാൻ ഞാനുണ്ട് തന്റെ കൂടെ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ വാ, നടക്ക്. സാറേ, 2 ദിവസമായി സാറേ ഭക്ഷണം കഴിച്ചിട്ട്. എന്തെങ്കിലും തരണം. ഒരു പണിയില്ലായിട്ടാ. നല്ല തണ്ടും തടിയുണ്ടല്ലോ, വല്ല പണിയും ചെയ്ത് ജീവിച്ചൂടെ? സാറേ, ഒരുത്തൻ പറ്റിച്ചതാ. പണി അന്വേഷിച്ചിട്ട് വന്നതാ. പക്ഷെ ഓ മാറി മുങ്ങി. അതുകൊണ്ടാ. നമുക്ക് എന്ത് പണി അറിയാം? സാറ് എന്ത് പണി ചെയ്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം. വണ്ടി ഓടിക്കോ? ചെറിയ വണ്ടിയൊക്കെ ഓടിക്കും, കാറൊന്നും ഓടിക്കൂല. എന്നാ കയറി. സാധനം കയറിയോ? അവൻ വീട്ടിലെത്തും. നോർമൽ ചായ അല്ലേ? പൈസ ദിവസമായി വല്ലതും കഴിച്ചിട്ടുണ്ട്. വിഷമിട്ട് കയറിയതാ. ക്യാഷ് കയ്യിൽ. അതിന്റെ ഒരു മര്യാദ ഇല്ലേ? ഭക്ഷണം കഴിച്ച് പോകുമ്പോ ഒന്ന് വിവരം പറഞ്ഞു പോണ്ടേ? അതല്ല അതിന്റെ ഒരു മര്യാദ. എന്താ പ്രശ്നം? ഇതാവോ, ഭക്ഷണം കഴിച്ചിട്ട് പോയി പൈസ തരാണ്ട് അങ്ങനെ പോവാണ് ആള്. എത്ര പൈസ തരാളെ? ഇല്ല ഇവിടെ 60 റുപ്യ. ഞാൻ തരാം, പൈസ ഞാൻ തരാം. 4 ചായ ഉണ്ട്. ആ, 100 റുപ്യ. ശരിയല്ലേ? വാ. എന്താണ് തൻ്റെ പേര്? എൻ്റെ പേര് റിയാസ്. അവിടെ ആളുകളെ പറ്റിച്ചിട്ട് അല്ലാതെ എന്തിനും പണിക്ക് പോയിക്കൂടാ? ആൾക്കാരെ പഠിച്ചിട്ട് നടന്നിട്ട് ശീലമായി. കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് പോയതാണ്. നിനക്ക് എന്തൊക്കെ പണി അറിയാം? എന്ത് ജോലിയും ചെയ്യും. ഡ്രൈവിംഗ് അറിയോ? ഡ്രൈവിംഗ്. എന്നാ വാ. ആ ബേബി. ഹലോ, എന്താ രംഗ? സാധനം എത്തും? ഇന്ന് രാത്രി സാധനം എത്തും, ഞാൻ വിളിക്കാം കേട്ടോ. ശരി. ആ രാത്രി ഒന്ന് വിളിക്ക്. ഷാബു, ഇന്ന് തന്നെ ചരക്ക് കൊടുന്ന് രംഗനെ ഏൽപ്പിക്കണം. ഓക്കെ, ഞാൻ പോയി കൊണ്ടുവരാം. ഗിരി, താൻ കൂടെ പോ. ഓക്കെ മുതലാളി. ഷാബു, 50 ലക്ഷം രൂപയുടെ മുതലാണ്, സൂക്ഷിക്കണം. ഓക്കെ സാർ. ഗിരി, താൻ സിഗ്നൽ കൊടുക്കാൻ മുന്നിൽ പോ. ആ കാതറേ, സാധനം ഇന്ന് എത്തും. പകുതി അലിബായിക്ക് കൊടുക്കണം, പകുതി വിതരണം ചെയ്താൽ മതി. ശരി മുതലാളി. ആ ബാലു, ചില്ലറ വിൽപ്പന നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഷാജിന് കൂടി കൂട്ടിക്കോ. ഓക്കെ മുതലാളി. ഷാബു, വഴിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല മുതലാളി.
എന്നാൽ നിങ്ങൾ തന്നെ സാധനം കൊണ്ടേ കൊടുക്കണം. പക്ഷേ പണം കിട്ടിയതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ. ശരി, കിട്ടോ. ആ റിയാസേ, ആടെ ഷാജിയാടാ. പിന്നെ അവർ പുറപ്പെട്ടിട്ടുണ്ട്. ആ അതെ, അവരെ പുഴവക്കത്ത് കാണൂ. ഷാജി നീ സൂക്ഷിക്കണം. ആ ഞാൻ വന്നേക്കാം. ഞാൻ വെക്കാണ്. ശരിയടാ, ഓക്കെ. ആ കാതറേ, ആ മുതലാളി, ഞങ്ങളിവിടെ എത്തി. എന്താ വഴിയിൽ വല്ല പ്രശ്നമുണ്ടോ? പക്ഷെ ചരക്ക് ഇതുവരെ എത്തിയില്ല. അല്ല, എത്രയും വൈകിയത്? മുതലാളി ആ ബേബിക്കൊന്ന് വിളിച്ചു നോക്ക്. ആ ശരി, ഞാൻ ബേബിനൊന്ന് വിളിച്ചോട്ടെ. ആ ആ ഹലോ, എന്താ രംഗ, സാധനം എത്തിയില്ലേ? ശരി, ഞാൻ വിളിച്ചു നോക്കട്ടെ, തിരിച്ചു വിളിക്കാം കേട്ടാ. ഷാബു, രംഗം വിളിച്ചിട്ട് സാധനം എത്തിയില്ലേ പറഞ്ഞിട്ട്. നിങ്ങൾ എവിടെയുള്ള? ഞാൻ അങ്ങോട്ട് വരാം. റിയാസേ, പാടൂ. എന്ത് പറ്റി സാബു? ഒരബദ്ധം പറ്റിയതാ. സത്യം പറ, എന്താ സംഭവിച്ചേ? കൊല്ലത്ത് മുതലാളി, നിന്റെ ജീവനേക്കാളും വില ഉണ്ടാ എന്റെ 50 ലക്ഷത്തിന്. ആ ബേബി വാ, ഇരിക്കലവിടെ നിൽക്കട്ടെ. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് 50 ലക്ഷം രൂപ കിട്ടിയിരിക്കണം. ബേബി എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മൾ 2 പേരും മാത്രം അറിഞ്ഞൊരു ഓപ്പറേഷൻ, 3ാമതൊരാൾ അറിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ പൈസ ഉടനെ കിട്ടണം. വാടാ. ഷാജി, ബേബിയുടെ സാധനം ആരാണോ അടിച്ചു മാറ്റിയത്? സംശയം എന്താ, ബാലും കാതറും. ഓ, പാല് കൊടുത്ത കൈക്കന്നെ അവർ കൊത്തിയല്ലേ? പോയി തീർത്തിട്ട് വാടാ രണ്ടിനെയും. ആ പുഴവക്കത്തെങ്ങാനും കാണും. ഊറ്റി വളർത്തിയ ഞാൻ തന്നെ കൊത്തി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. രംഗ, ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ മയക്കുമരുന്ന് കൊടുത്ത് നശിപ്പിച്ച് നീ വലിയ കാശുകാരനായി അല്ലേ? എടാ നന്ദി കെട്ടവനെ, നിന്നെ ഞാൻ. പുതിയൊരു രംഗം ഉണ്ടാവുന്നവരെങ്കിലും ഈ നാടും ചെറുപ്പക്കാരും നന്നായി ജീവിക്കട്ടെ. മുതലാളി ബാലു, സംശയിക്കണ്ട, ഇത് ബേബി തന്നെ. നമ്മുടെ മുതലാളി തീർത്ത് കെട്ടിയവരെ തീർത്ത് കെട്ടണം. വാടാ. ഹലോ, ആ റിയാസേ, ഷാജിയാടാ. ആ എടാ രംഗനെ കൊന്ന്. അതേടാ ഇപ്പൊ കൊന്നേ ഉള്ളൂ. ആ പിന്നെ കാതറും പാലും അങ്ങോട്ട് വന്നിട്ടുണ്ട്, സൂക്ഷിക്കണേ. ശരിയടാ, ഞാനോട് വന്നേക്കാം. മുതലാളി, ആ രംഗനാരോ വെടിവെച്ച് കൊന്നു. ഏതവനെ കൊന്നത്? രംഗന് വേറെ ശത്രുക്കളുണ്ടല്ലോ. എന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഭാഗ്യം അവനുണ്ടായില്ല. മുതലാളി, നമ്മളിനി സൂക്ഷിക്കണം. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലടോ. റിയാസെ, 2 ഒഴിക്കടോ. ശരി മുതലാളി. മുതലാളി, ആ കാതറും ബാലുവും ഇങ്ങോട്ടാ വരുന്നേ. വരട്ടടോ.
അവർ ശവമായിട്ട് തിരിച്ചു പോകത്തുള്ളൂ. വരണം വരണം ഷാജി, ഇരിക്കണം. നീ എന്താ കരുതിയ രംഗനും പിള്ളേരും തീർത്തിട്ടാ ഞാൻ വരുന്നേ? അടുത്തത് നീയാ ബേബി, നീയാണ് ചാവേണ്ടത്. റിയാസേ, തീർക്കണവനെ. നീയും രംഗനും ചേർന്ന് പാവപ്പെട്ട കുട്ടികൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് നിങ്ങൾ വലിയ കോടീശ്വരന്മാരായി. ചാകേണ്ടത് നീയാ. നീ അരുത്, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, എന്നെ ജീവിക്കാതിരിക്കണം. എന്റെ സമ്പാദ്യം അത്രയും നിങ്ങൾക്ക് തരാം. എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം. നിനക്കെന്താ മരിക്കാൻ പേടിയുണ്ടല്ലേ? എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, എന്റെ സമ്പാദ്യം അത്രയും നിങ്ങൾക്ക് തരാം. റിയാസേ, കൊല്ലടാ അവനെ.